ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്ന് 23 ഓഗസ്റ്റ് 2025 2:36 PM. 2:36 എന്ന് പറയുമ്പോൾ 14:36 hours അല്ലേ? അപ്പോൾ നമ്മളൊരു ശക്തി മരുന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ സ്ഥിരമായിട്ടൊരു ഫ്ലൂയിഡ് എക്സ്ട്രാക്റ്റ് CP01 ഒഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ഇതിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മൾ നാച്ചുറലി ഉണ്ടാക്കുന്ന വളം. ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. ഈച്ച കയറാൻ സമ്മതിക്കത്തില്ല. അല്ലാതെ തന്നെ ഇത് നാച്ചുറലി എങ്ങനെയെങ്കിലുമൊക്കെ ഡീകമ്പോസ് ആവുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വളമായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ആ വളമാകുന്ന പ്രോസസ്സിൻ്റെ ഇടയിൽ ഇതിൽ നിന്ന് വേപ്പറൈസ് ചെയ്ത് വരുന്ന, ഇതിൽ നിന്ന് ബാഷ്പീകരിച്ച് വരുന്ന ആ വെള്ളം അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ശക്തിമരുന്ന് എന്ന രീതിയിൽ നമ്മുടെ CP01 ഓറഞ്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതൊക്കെ മൊസമ്പി. ഇത് മൊസമ്പി. പിന്നെ ബോൺ ചിപ്സ് ഉണ്ട്. ബോൺ ചിപ്സ് ചിക്കൻ ബോണുണ്ട്. ചിക്കൻ ബോൺ ചിപ്സ്. പിന്നെ ഈ ഫൈബേഴ്സ് ഉണ്ട്, ഈ നാരുകൾ. അത് ഈ ഏത്തപ്പഴം, പാളയംകോടൻ പഴം അതെല്ലാം കൂടി ഇട്ടടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫൈബേഴ്സാണ് ഈ കാണുന്ന ഈ ഫൈബേഴ്സ്. പിന്നെ ഒട്ടുമിക്ക ഫുഡ് വേസ്റ്റിൻ്റെ ഫൈബേഴ്സ് ഉണ്ട് ഇതിൽ, പ്ലാന്റ് ഫൈബേഴ്സ്. ഇതൊരു റിച്ച്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഇലപ്പൊടി ഉണ്ടല്ലോ, ഇലപ്പൊടി ഇതിൽ ആഡ് ചെയ്യും. ഇലപ്പൊടി നല്ല രീതിയിൽ പൊടിച്ചിട്ട് ആഡ് ചെയ്യാറാണ് പതിവ്. ഇലപ്പൊടി ഇപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തേക്കിലയുടെ പൊടിയാണ്. തേക്കിലയുടെ പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. തേക്കിലപ്പൊടി റിച്ച് ഓർഗാനിക് മാറ്റർ കിട്ടട്ടെ. ഒരു ഹോം മെയ്ഡ് വളമായി മാറട്ടെ. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോൺസിനെ ഒന്നും യാതൊരു കാരണവശാലും മിക്സിയിലിട്ട് അടിക്കരുത്. ബോൺസിനെ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ തന്നെ അതിന് വലിയ എല്ലുകളെ കട്ട് ചെയ്ത് നല്ലൊരു ഗാർഡൻ നൈഫ് വല്ലതും വെച്ച്, ഒരു ഹെവി നൈഫ് വെച്ച്, ചെടികളൊക്കെ കട്ട് ചെയ്യുന്ന കട്ടർ കിട്ടുമല്ലോ, അത് കുറച്ച് ഹെവിയാണ്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ബോൺസിനെ കട്ട് ചെയ്യാം. ബോൺസിനെ കട്ട് ചെയ്ത് ചെറിയ ചിപ്സ് ആക്കിയിട്ട് ബാക്കി ഫുഡ് വേസ്റ്റിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കാം. ഇങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചാൽ മിക്സി കേടായി പോകും. വല്ലപ്പോഴേക്കേ അടിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വളത്തിൻ്റെ ബേസ്. ഈ വളത്തിൽ നിന്നാണ് നമ്മൾ ശക്തിമരുന്ന് ഫ്ലൂയിഡ് എടുക്കുന്നത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.